ശ്രീ പിണറായി വിജയൻ ഇന്ന് കേരളത്തിൽ സത്യത്തെ ഏറ്റവും അധികം പേടിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ശ്രീ പിണറായി വിജയനാണ്. ഏറ്റവും അധികം സത്യത്തെ പേടിക്കുന്ന മനുഷ്യൻ ശ്രീ പിണറായി വിജയൻ. ഇത് പറയാൻ കാരണം സത്യമെന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കലിയാണ്. സത്യം പറയുന്നവരെ അദ്ദേഹം കടക്ക് പുറത്ത് എന്ന് പറയും, പുറത്താക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ബലം ഉപയോഗിച്ച്. അതാണ് ശ്രീ പിണറായി വിജയൻ. സത്യത്തെ അത്രമാത്രം പേടിയാണ് ശ്രീ പിണറായി വിജയൻ. ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ഒരു IAS ഓഫീസർ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ശ്രീ പിണറായി വിജയൻ ചട്ടം ലംഘിച്ച് നിയമം നോക്കാതെ നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് തോന്നിയതുപോലെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ B. അശോക് എന്ന് പറയുന്ന ഈ IAS ഓഫീസർ കോടതിയിൽ പോയി അത് ചലഞ്ച് ചെയ്യും. എന്നിട്ട് അശോക് ആ ചട്ടലംഘനങ്ങൾ പുറത്തു കൊണ്ടുവരും. വീണ്ടും നേരെയായ വഴിയിൽ അദ്ദേഹത്തിന് സർക്കാരിനുള്ളിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ സത്യത്തിന് വേണ്ടി നിലകൊണ്ടു, സത്യം പറഞ്ഞു. അപ്പോൾ അവസാനം പിണറായി വിജയൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഒരേ ഒരു കാരണമേ ഉള്ളൂ, പിണറായി വിജയന് സത്യത്തിനെ പേടിയാണ്. അതിനു മുമ്പ് പ്രശാന്ത് എന്ന് പറയുന്ന വേറൊരു IAS ഓഫീസറെ ഇതേപോലെ തന്നെ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ അഴിമതി അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അപ്പോൾ പിണറായി വിജയന് സത്യത്തെ പേടിയില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ഈ പറഞ്ഞ ജൂനിയർ ഓഫീസർ ശ്രീ പ്രശാന്ത് IAS പറഞ്ഞ കാര്യം സത്യമാണോ ഇല്ലയോ എന്ന് പരിശോധിച്ച് സത്യം എന്താണ് എന്നുള്ളത് നാട്ടുകാരുടെ മുമ്പിൽ പറയുക എന്നുള്ളതല്ല അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹം സത്യം പറഞ്ഞ ആളെ പുറത്താക്കി സസ്പെൻഡ് ചെയ്തു. അതുപോലെ ജ്യോതികുമാർ എന്ന് പറയുന്ന ഒരു DYSP അദ്ദേഹം കൊല്ലത്തുള്ള കശുവണ്ടി കോർപ്പറേഷനുള്ള അഴിമതി അന്വേഷണത്തിൽ കൂടെ പുറത്തു കൊണ്ടുവന്നു. അത് പുറത്തു കൊണ്ടുവന്നതിൻ്റെ പേരിൽ അഴിമതിക്കെതിരെ നടപടിയെടുത്തതിൻ്റെ പേരിൽ ശ്രീ ജ്യോതികുമാറിനെയും ഇതേപോലെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം KFCയിലും ഇതുപോലെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ നോക്കി. അതിൻ്റെയൊക്കെ പേരിൽ അദ്ദേഹത്തിനെ പുറത്താക്കി. അദ്ദേഹത്തിന് പ്രൊമോഷൻ വരെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മൾ കേട്ട ഒരു കാര്യമാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ അവിടെ ഉപകരണങ്ങൾ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളില്ല എന്ന് അദ്ദേഹം മടുത്തപ്പോൾ അപേക്ഷിച്ച് ഉപകരണങ്ങൾ കിട്ടാമെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയാണ് ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ മുന്നിട്ടിറങ്ങിയത്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ശബരിമലയിൽ 34 കിലോയിലധികം സ്വർണം കളവ് പോയി. അത് സ്വർണം കളവ് പോയി എന്നുള്ള അതിൻ്റെ അന്വേഷണമൊക്കെ ഹൈക്കോടതി നേരിട്ട് ആ അന്വേഷണം നടത്തുന്നതിന് മേൽനോട്ടം വഹിച്ചതുകൊണ്ടും അതിൻ്റെ മോണിറ്ററിങ് നടത്തിയതുകൊണ്ടും അത് കുറേ വെളിച്ചത്ത് വന്നു. പക്ഷേ ശ്രീ പിണറായി വിജയന് ആ ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ അവരെ തള്ളിപ്പറയാനോ ശ്രീ പിണറായി വിജയന് സാധിച്ചില്ല. കാരണം അദ്ദേഹം ഈ 34 കിലോ സ്വർണം എവിടെ പോയി, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ള സത്യമൊക്കെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ വിളിച്ചു പറയുക എന്നുള്ള പേടി കാരണം ശ്രീ പിണറായി വിജയന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സാധിച്ചില്ല. കാരണം അദ്ദേഹം 10-13 വർഷമായിട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരുന്ന ആളാണ്. അതിനുശേഷമാണ് നേരിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ കേരളത്തിലെ പാർട്ടിയിൽ നടക്കുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ സ്വർണ്ണക്കൊള്ളയിൽ പിടിക്കപ്പെട്ടവരെ പുറത്താക്കാനോ അവരെ തള്ളിപ്പറയാനോ അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനോ ഉള്ള ഒരു ആർജവം പുള്ളിക്ക് ഇല്ലാത്തതിൻ്റെ കാരണം സത്യത്തെ അത്രമാത്രം പേടിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ വയനാട്ടിലൊരു ഉരുൾപൊട്ടലുണ്ടായപ്പോഴത്തേനും ശാസ്ത്രജ്ഞർ ഇവിടെ ഒരു അക്ഷരം പോലും മിണ്ടരുത് എന്ന് ഓപ്പണായിട്ട് സർക്കുലർ ഇറക്കി. കാരണം ശാസ്ത്രജ്ഞർ മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യഥാർത്ഥ കാരണങ്ങൾ ഒക്കെ പുറത്താകുമല്ലോ, സത്യം പുറത്തു വരുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തെ പേടിയുള്ള ശ്രീ പിണറായി വിജയൻ അന്ന് ശാസ്ത്രജ്ഞരൊന്നും മിണ്ടാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതുപോലെ അധ്യാപകർ മിണ്ടാൻ പാടില്ല. അങ്ങനെ ഒരു സർക്കാരിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആളുകളൊന്നും മിണ്ടാൻ പാടില്ല. കാരണം സത്യം ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പെശകാണ് എന്ന് ആണ് ശ്രീ പിണറായി വിജയൻ്റെ ഒരു നയം. അപ്പോൾ സത്യത്തെ അത്രമാത്രം പേടിയുള്ളതുകൊണ്ട് ഒരാൾ പോലും സത്യം പറയരുത്. അതുപോലെ ജേർണലിസ്റ്റിനെ ഒരിക്കൽ അദ്ദേഹത്തിനൊരു മീറ്റിങ്ങിന് കയറിയപ്പോഴത്തേക്കും ഈ TV ക്യാമറയുമായിട്ട് നടന്നവർ, കാരണം TV ക്യാമറയിൽ ദൃശ്യങ്ങളൊക്കെ സത്യം പറയുന്നതാണല്ലോ, കാരണം നേരിട്ട് കാണുന്ന കാര്യങ്ങൾ അതേപോലെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്
ഈ മാധ്യമപ്രവർത്തകർ ക്യാമറയൊക്കെ ആയിട്ട് അവിടെ എത്തുക. അപ്പോൾ അവരെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ പുറത്താക്കി. കാരണം സത്യം ജനങ്ങൾ അറിയാൻ പാടില്ല. ഇദ്ദേഹത്തിന് സത്യത്തെ അത്രമാത്രം പേടിയാണ്, വെളിച്ചത്തെ പേടിയാണ്. അതുപോലെ കറുത്ത തുണിയുമായിട്ട് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഒരു കാലത്ത് അദ്ദേഹത്തിന് കലിയിളകുമായിരുന്നു. അതുകൊണ്ട് പോലീസുകാരൊക്കെ കറുത്ത ഷർട്ടോ കറുത്ത തൊപ്പിയോ ഒക്കെ ധരിച്ചെന്ന് അവരെ ഇദ്ദേഹം പോകുന്ന വഴിയിൽ നിന്ന് മാറ്റുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ഈ എന്താ കരിങ്കൊടി പ്രകടനമൊക്കെ നടത്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയൊക്കെയാണ്. പക്ഷേ അതൊന്നും പുള്ളിക്ക് അറിയേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകന് ഗുരുവായൂർ കഴിഞ്ഞ ദിവസം ദർശനം നടത്തി എന്ന് അവിടെയുള്ള ആരോ ക്യാമറയിൽ പകർത്തി. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ എന്തോ ഒരു കശപിശയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും പോലീസ് ആ സോഷ്യൽ മീഡിയയിലുള്ള അങ്ങനത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയ ഈ മെറ്റായിക്കോ ആർക്കൊക്കെ എഴുതിയെന്നൊക്കെ ഉള്ളത് വാർത്ത കണ്ടു. അപ്പോൾ ഈ അദ്ദേഹം അവിടെ പോയിട്ട് ഇവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത്, ഇവിടെയാണോ ദൈവം ഇരിക്കുന്നതെന്ന് ഈ ശ്രീ പിണറായി വിജയൻ ചോദിച്ച് ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ചെന്നപ്പോഴത്തേക്കും മകൻ എന്തിനു പോയി അവിടെ ഗുരുവായൂർ എന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആ മകൻ പോയിട്ടുണ്ട്. പക്ഷേ ആ മകൻ പോയി എന്നുള്ള സത്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസിനെ ഉപയോഗിച്ച് ആ സോഷ്യൽ മീഡിയയെ കൺട്രോൾ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബലം അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മകൻ ഗുരുവായൂർ പോയി എന്നുള്ള സത്യത്തെ അദ്ദേഹത്തിന് പേടിയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ 24 മണിക്കൂറും പേടിയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം റോഡിൽ കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആംബുലൻസ് വേണം പുറകെ, ഫയർ എഞ്ചിൻ വേണം പുറകെ, ഒരു 10-30 വണ്ടിയെങ്കിലും വേണം പുറകെ. അപ്പോൾ ഇത്രയും വണ്ടിയും ആംബുലൻസും ഫയർ എഞ്ചിനും ഒക്കെ ആയിട്ട് നടക്കുന്നെങ്കിൽ സദാ പേടിയാണ്. എനിക്ക് ഇപ്പോൾ അസുഖം വരും, അപ്പം നല്ല ആംബുലൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയും ഒരു പൈലറ്റുമായിട്ട് ഏതെങ്കിലും അടുത്തുള്ള ആശുപത്രിയിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. എന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ആംബുലൻസ് എപ്പോഴും നടക്കുന്ന എന്തിനാണ്? പേടിയാണ്. ഇത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെപ്പറ്റി അറിയാം, അത് നാട്ടുകാരും അറിയാൻ പാടില്ല. അതേസമയം ഒരു സേഫ്റ്റി ആയിട്ട് ഇത് വേണം. അപ്പോൾ പേടിയുടെ ഒരു രാജാവാണ്, അതുപോലെ സത്യത്തെ ഏറ്റവും ഭയക്കുന്ന ഒരു മനുഷ്യനുമാണ് ശ്രീ പിണറായി വിജയൻ ഇന്ന് കേരളത്തിൽ. അദ്ദേഹം കഴിഞ്ഞ 10 വർഷം നമ്മളെ ഭരിച്ചു എന്നുള്ളത് നമുക്ക് പറയുക എന്നുള്ളത് തന്നെ ഒരു അപമാനമല്ലേ എന്നുള്ളതും ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്.